പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ഗ്രാമർ നമ്പർ 5. കഴിഞ്ഞ 4 വീഡിയോകളിലായി ഇംഗ്ലീഷ് വ്യാകരണത്തിൽ വർത്തമാനകാലത്തിലെ 4 വകഭേദങ്ങളിൽ 3 പ്രയോഗങ്ങൾ വിശദീകരിച്ചു. കർത്താവിന് പ്രാധാന്യം കൊടുത്തുള്ള കർത്തരിപ്രയോഗം, അതായത് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുള്ള ആക്റ്റീവ് വോയിസിലെ 3 പ്രയോഗങ്ങൾ വിശദീകരിച്ചു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇനി പറയേണ്ടത് വളരെ നേരം തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ പറയാൻ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. ഉദാഹരണം ശ്രദ്ധിക്കുക. ദ റിവർ ഹാസ് ബീൻ ഫ്ലോയിങ്. പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. 2. ദ ലീഡർ ഹാസ് ബീൻ ലാഫിങ്. നേതാവ് ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. 3. ദ ലീഡേഴ്സ് ഹാവ് ബീൻ ലാഫിങ്. നേതാക്കൾ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. 4. ദ ടീച്ചർ ഹാസ് ബീൻ ടീച്ചിങ്. അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. 5. ദ ടീച്ചേഴ്സ് ഹാവ് ബീൻ ടീച്ചിങ്. അധ്യാപകർ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ് ടെൻസിലെ മറ്റു വകഭേദങ്ങളിൽ എന്ന പോലെ ഈ ടെൻസിലും കർത്താവിന് തന്നെ പ്രാധാന്യം. സബ്ജക്റ്റ് ഏകവചനമെങ്കിൽ ഹാസ് ബീൻ എന്നും ബഹുവചനമെങ്കിൽ ഹാവ് ബീൻ എന്നും ചേർത്ത് ക്രിയയോട് ing ചേർത്താൽ ഈ ടെൻസായി. വളരെ നേരം തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം പറയാൻ ഈ ടെൻസ് ഉപയോഗിക്കാം. സബ്ജക്റ്റ് ഐ എന്നാണെങ്കിലും ഹാവ് ബീൻ എന്ന് ചേർക്കണം. ഐ ഇവിടെയും ബഹുവചനം തന്നെ. ആദ്യം പറഞ്ഞ ഉദാഹരണം വീണ്ടും പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ദ റിവർ ഏകവചനം, അതുകൊണ്ട് ഹാസ് ബീൻ. ദ റിവർ ഹാസ് ബീൻ ഫ്ലോയിങ്. പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. 2. ദ ലീഡർ ഏകവചനം. ദ ലീഡർ ഹാസ് ബീൻ ലാഫിങ്. നേതാവ് ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. 3. ദ ലീഡേഴ്സ് ബഹുവചനം, അതുകൊണ്ട് ഹാവ് ബീൻ. ദ ലീഡേഴ്സ് ഹാവ് ബീൻ ലാഫിങ്. നേതാക്കൾ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. 4. ദ ടീച്ചർ ഏകവചനം, അതുകൊണ്ട് ഹാസ് ബീൻ. അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. 5. ദ ടീച്ചേഴ്സ് ബഹുവചനം, അതുകൊണ്ട് ഹാവ് ബീൻ. ദ ടീച്ചേഴ്സ് ഹാവ് ബീൻ ടീച്ചിങ്. അധ്യാപകർ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നതെന്ന് നാം പറഞ്ഞല്ലോ. ഉദാഹരണം വീണ്ടും പറയാം. ദ കാൻഡിഡേറ്റ് ഏകവചനം, അതുകൊണ്ട് ഹാസ് ബീൻ. ദ കാൻഡിഡേറ്റ് ഹാസ് ബീൻ ഡ്രിങ്കിങ് വാട്ടർ. സ്ഥാനാർത്ഥി വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. ദ കാൻഡിഡേറ്റ്സ് ബഹുവചനം, അതുകൊണ്ട് ഹാവ് ബീൻ. ദ കാൻഡിഡേറ്റ് ഹാവ് ബീൻ ഡ്രിങ്കിങ് വാട്ടർ. സ്ഥാനാർത്ഥികൾ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹി ഏകവചനം, അതുകൊണ്ട് ഹാസ് ബീൻ. ഹി ഹാസ് ബീൻ ഡ്രിങ്കിങ് വാട്ടർ. അവൻ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. ദേ ബഹുവചനം, അതുകൊണ്ട് ഹാവ് ബീൻ. They have been drinking water.
അവർ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഐ ബഹുവചനം, അതുകൊണ്ട് ഹാവ് ബീൻ. ഐ ഹാവ് ബീൻ ഡ്രിങ്കിങ് വാട്ടർ, ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ടെൻസിൽ ശ്രദ്ധിക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഹാസ് ബീൻ എന്നും ഹാവ് ബീൻ എന്നും പറയുമ്പോൾ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രിയയെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നതായതിനാൽ എപ്പോൾ മുതൽ തുടരുന്നു എന്നുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. അതായത് വെർബിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈം ഫാക്ടർ, ക്രിയയുടെ തുടക്കകാലം. അതിനാൽ ശരിയായ പ്രയോഗത്തിൽ ഉദാഹരണം, ദ അത്ലറ്റ് ഹാസ് ബീൻ പ്രാക്ടീസിങ് സിൻസ് ചൈൽഡ്ഹുഡ്. അത്ലറ്റ് കുട്ടിക്കാലം മുതലേ പരിശീലിച്ചു കൊണ്ടേയിരിക്കുന്നു. ദ ടീച്ചർ ഹാസ് ബീൻ ടീച്ചിങ് സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കൂടുതൽ ക്രിയകൾ ചേർത്ത് പ്രസൻറ്റ് ടെൻസിലെ 4 പ്രയോഗങ്ങൾ വിപുലമാക്കി നോക്കാൻ നിങ്ങൾക്ക് തന്നെ കഴിയേണ്ടതിന് ഒരിക്കൽ കൂടി സംഹരിച്ച് പറയാം. വർത്തമാനകാലത്തിൽ ഒരു സാമാന്യ വിവരം പറയുന്നതിന് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. അതിന് സബ്ജക്റ്റ് ഏകവചനമെങ്കിൽ ക്രിയയോടുകൂടെ എസ് ചേർക്കുന്നു. സബ്ജക്റ്റ് ബഹുവചനമെങ്കിൽ എസ് ചേർക്കുന്നില്ല. ഐ കർത്താവിൻ്റെ സ്ഥാനത്ത് വന്നാലും എസ് ചേർക്കുന്നില്ല. പ്രസൻറ്റ് ടെൻസിലെ എല്ലാ വകഭേദങ്ങളിലും ഐ ബഹുവചനമായി പരിഗണിക്കുന്നു. 2. അല്പം കൂടി കാലദൈർഘ്യമുള്ളത് പറയാൻ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. അതിന് ആക്സിലറി വെർബായ ഈസ് സബ്ജക്റ്റ് ഏകവചനമെങ്കിൽ ചേർക്കുന്നു. സബ്ജക്റ്റ് ബഹുവചനമെങ്കിൽ ആർ എന്നും ഐ കർത്താവായി വരികയാണെങ്കിൽ ആ സ്ഥാനത്ത് ആം എന്നും ചേർത്ത് ക്രിയയോടുകൂടി INGയും ചേർക്കുന്നു. ക്രിയ പൂർത്തിയായ അവസ്ഥ അത് പറയാൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. സബ്ജക്റ്റ് ഏകവചനമെങ്കിൽ ഹാസ് എന്നും ബഹുവചനമെങ്കിൽ ഹാവ് എന്നും ചേർത്ത് ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർക്കുന്നു. ഐ കർത്താവിൻ്റെ സ്ഥാനത്ത് വന്നാൽ ബഹുവചനമായി പരിഗണിച്ച് ഹാവ് എന്നും ചേർക്കുന്നു. വളരെ നേരം തുടർന്നുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയെ പറയാൻ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. അത് കർത്താവ് ഏകവചനമെങ്കിൽ ഹാസ് ബീൻ എന്നും ബഹുവചനമെങ്കിൽ ഹാവ് ബീൻ എന്നും ചേർത്ത് ക്രിയയോട് ING ചേർക്കുന്നു. ഐ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വന്നാൽ ബഹുവചനമായി പരിഗണിച്ച് ഹാവ് ബീൻ ചേർക്കുന്നു. അടുത്ത വീഡിയോ പാസ്റ്റ് ടെൻസിനെ കുറിച്ചായിരിക്കും, അതായത് ഭൂതകാലത്തെക്കുറിച്ച്, ഭൂതകാലത്തിലെ 4 വകഭേദങ്ങളെക്കുറിച്ച്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.